നിൽക്ക് അതിലൊരു കാര്യമുണ്ട്. നമ്മുടെ പാർട്ടി ഗ്രാമത്തിൽ നിന്ന് ദിനേശനോട് പെണ്ണിട്ട് കഴിഞ്ഞാൽ ഓന് സി.പി.ക്ക് ഓള് സി.പി.ക്ക്. അതിന് നമുക്ക് കാര്യമില്ലല്ലോ. ഓന് കാര്യമുണ്ടല്ലോ. എന്ത് കാര്യം? ഭാര്യ വീട് അടുത്താവും. അതെ, ഒന്ന് ആഞ്ഞു പിടിച്ചാല് അടുത്ത ഗവർണർ ആണ്ട ആളാന്ന് നമ്മൾ അച്ചുവട്ടെ. നമ്മൾ അച്ചുവട്ടേട്ടൻ്റെ മോളെ കണ്ട കമ്മികൾക്ക് കെട്ടിച്ചു കൊടുക്കേണ്ട യാതൊരു ഗതികേടും തൽക്കാലം ഇന്ന് നമുക്ക് കേരളത്തിലില്ല. ആടുന്നൊരു BKP-കാരനെ കെട്ടിയാ ആ ഒരു വോട്ട് കൂടി നമുക്ക് കിട്ടൂലേ. ഇനി ഭാവിയിൽ ഇവർക്ക് എത്ര കുട്ടികളുണ്ടായാലും ആ വോട്ടൊക്കെ നമുക്കല്ലേ. അതുകൊണ്ട് ദിനേശനെ കൊണ്ട് ഓളെ കെട്ടിക്കുന്നതാണ് ബുദ്ധി. എന്താ? അങ്ങനെയാണ് ഞാനൊരു ഐഡിയ പറയാം. എനിക്ക് കൂടി അടുത്തൊരു പെണ്ണ് ശരിയാക്കിയ നമുക്ക് വോട്ടിന്റെ എണ്ണം കൂട്ടിക്കൂടി സഖാവേ. കുട്ടികളുടെ കാര്യത്തിൽ ഞാൻ ഒരു കോംപ്രമൈസും കാണിക്കൂല. പെണ്ണ് കെട്ടാനൊക്കെ ഒരു യോഗമാണ്. നിലവിൽ നമുക്ക് യാതൊരു സ്വാധീനവും ഇല്ലാത്തൊരു മേഖലയാണ് ചിന്തമംഗലം. ഈ ഒരു വിവാഹം നമുക്കും നമ്മുടെ പാർട്ടിക്കും അവിടെ നുഴഞ്ഞു കയറാനുള്ള ഒരു സുവർണവസരമായിട്ട് കരുതിയാൽ മതി. നമ്മളിപ്പോ പ്രായോഗിക രാഷ്ട്രീയത്തെ കുറിച്ചാണ് സംസാരിക്കുന്നത്. അതിനെ ഞാനും പറയും, എനിക്ക് പ്രായം കൂടി വരിക. എന്താണ് ഗിരി, എന്തെങ്കിലും എതിർപ്പുണ്ടാ? ഓന് പ്രായം കൂടുന്നതിന് ഞാൻ എതിർത്തിട്ടെന്താ കാര്യം? അതല്ലേ ഈ കല്യാണത്തെ കുറിച്ച് എന്തെങ്കിലും എതിർപ്പുണ്ടോ എന്നാണ് ചോദിച്ചത്. അല്ല, എല്ലാവർക്കും ഓക്കെ ആണെങ്കിൽ എനക്കും ഓക്കെ. പാർട്ടിയുടെ ഈ ദൗത്യം BKP-യുടെ ഉണ്ണീനെ ഏൽപ്പിക്കാം. പോയി സംസാരിക്കട്ടെ. ഉണ്ണി വഴി ഈ കാര്യം അവതരിപ്പിച്ചപ്പോൾ അത് ഞാനൊന്നും അമ്പരന്നു. NSS ക്യാമ്പ് വഴിയുള്ള പരിചയമാണ്. ചോദിച്ചപ്പോൾ അവക്കും വലിയ താല്പര്യമാണ്. പിന്നെ ഇക്കാലത്ത് കുട്ടികളുടെ താല്പര്യമാണല്ലോ പ്രധാനം. ഒന്ന് വിളിക്കടാ. ആ എന്തല്ല ദിനേശ വിശേഷം? ഇത് ഇതാരാ? നമുക്ക് വേണ്ടപ്പെട്ട ഒരാളാ. വേറെ എന്തെങ്കിലും വേണേ പറയണേ കേട്ടാ. ഞാൻ പറയണ്ടേ? എവിടെ ചെന്നാലും കമ്പനിക്കാരാന്നല്ലോ. എപ്പോ ഇങ്ങോട്ടെന്നെ വരുത്ത്? അങ്ങനൊന്നുമില്ല. എപ്പോ എന്നെ കല്യാണം കഴിക്കാൻ പ്ലാൻ? കല്യാണോ? കല്യാണമൊക്കെ പെട്ടെന്ന് കുറച്ച് വെയിറ്റ് ചെയ്യേണ്ടി വരും. പെട്ടെന്നൊന്നും നടക്കില്ല. ബെസ്റ്റ്. കൂട്ടുകാരെല്ലാം വിട്ട് ഇത്ര അർജന്റ് ആയിട്ട് അന്വേഷിക്കാനൊക്കെ വന്നപ്പോ ഞാൻ കരുതി കല്യാണം കഴിക്കാൻ മുട്ടി നിൽക്കാന്ന്. ഇപ്പൊ ആ താമസിക്കുന്ന വീടില്ലേ, ഒരു 100-500 പേർക്ക് അവകാശമുള്ള. അടുത്തേക്കാണ് നിന്നെ വിളിച്ചോണ്ട് കൊണ്ട്. പിന്നെ വീട് മെയിൻ റോഡിനടുത്ത് ഞാൻ പറഞ്ഞ ഇങ്ങനെ പണിയനുണ്ട്. അതിൻ്റെ കാര്യങ്ങൾ ശരിയാവണമെങ്കിൽ എൻ്റെ മുടങ്ങി കിടക്കണ 6 വർഷത്തെ സാലറി ഉണ്ട്, അത് കിട്ടണം. അത് കിട്ടണമെങ്കിൽ എൻ്റെ ജോലി പെർമനൻ്റ് ആവണം. ഇപ്പം തൽക്കാലം അച്ഛമ്മയുടെ ഇളയമ്മയുടെയൊക്കെ ക്ഷേമ പെൻഷനിലൂടെയാണ് കാര്യങ്ങളൊക്കെ നടന്നു പോണത്. അതൊക്കെ കാരണമാണ്. അതെ, ഞാനൊരു കാര്യം തുറന്നു പറയുന്നോണ്ട് ഒന്നും തോന്നരുത്. ഞാനവിടെ അന്ന് വന്നേരം മുതൽ ശ്രദ്ധിച്ചതാ, ആ വീട്ടിൽ എന്തെല്ലോ പ്രശ്നങ്ങളുണ്ട്. പ്രശ്നോ? എന്തു പ്രശ്നം? ഞാനവിടെ വന്നപ്പോ ആ തുളസിത്തറേന്റെ അവസ്ഥയൊന്ന് കാണണേനും. കുറെ കാലമായിട്ട് വിളക്ക് വെക്കാണ്ട് കാട് പിടിച്ച് കിടക്കുന്ന ഗുളികൻ തറ, അങ്ങനെ പല കാര്യങ്ങളും ശ്രദ്ധിക്കണ്ട ഇപ്പൊ വെച്ചിട്ടുള്ള. അതുകൊണ്ടൊക്കെ തന്നെയാ ഈ പ്രശ്നങ്ങളൊക്കെ. അതെ, ഞാൻ നല്ലൊരു സഖാവാണ്. എനിക്ക് ഈ പ്രേതഭൂത പിശാചികളേക്കൊന്നും ഒരു താല്പര്യവും ഇല്ല. പിന്നെ എനിക്ക് അതിലൊന്നും ഒരു വിശ്വാസവും ഇല്ല. ഞാൻ വിചാരിക്കാൻ ഈ ഡയലോഗ് എപ്പോ പറയാൻ പോകുന്നെന്ന്. ശരി, ആ നിങ്ങളെ നാളേതാ? നാളും കോളൊന്നുമില്ല. എന്നാ ഡേറ്റ് ഓഫ് ബർത്ത് പറ. ഡേറ്റ് ഓഫ് ബർത്ത് 29/5/92. നല്ല ഓൾഡ് മോഡൽ ആണല്ലോ. പോയ നല്ല ഗോൾഡ് മോഡലാണ്. വെറുതെ ഇപ്പൊ എന്താണ് ഈ പറഞ്ഞത്? ജനിച്ച സമയം? അമ്മ രാവിലെ 6:45 പറഞ്ഞിട്ടുണ്ട്. അതെ, ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നോക്കാൻ ടെക്നോളജിയുടെ ആവശ്യം വരുന്നുണ്ടല്ലോ. ആ അത് വേണ്ടി വരും. വെളുത്ത പക്ഷത്തിൽ പൂരാടം. വെറുതെ അല്ല. ഇപ്പൊ 7 ചൊവ്വ തീരാനിനി ഒരു 6 മാസം എടുക്കും. തീരാൻ ഇനി 6 മാസം ഉണ്ടോ? തനക്ക് ഇത്രയും പഠിച്ചിട്ടും ഇതിന്റെയൊക്കെ പുറകെ പോകണ്ടല്ലോ. അങ്ങനെ കളിയാക്കൊന്നും വേണ്ട. ഈ നാളുകാര് ഈ സമയത്ത് എന്ത് ചെയ്താലും രക്ഷപ്പെടൂല. അതാ ഇപ്പോഴത്തെ ഗ്രഹനില. രക്ഷപ്പെടില്ല? ഇല്ല. നമുക്ക് നോക്കാം. വീട്ടിൽ നിന്നാ. ഹലോ, വീട്ടിൽ ചെന്നാലും 1 മാസം കാല് പൊന്തിച്ചെന്നെ വെക്കണം കേട്ടാ. നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ശരി. ഇപ്പൊ എങ്ങനെയുണ്ട് അച്ഛമ്മേ? ഉള്ള പോലെ തന്നെ ഉണ്ട്.
കണ്ണ് തെറ്റിയ പശുവിനെ കൊണ്ട് പുറത്തേക്ക് പോയിക്കോളും. ആര് പറഞ്ഞാലും കേൾക്കൂല മോളെ. അങ്ങനെ എന്നെ കെട്ടിട്ട് വളർത്താന്നൊന്നും ആരും കരുതണ്ട കേട്ടോ. അങ്ങനെ കെട്ടിട്ട് വളർത്താത്തോണ്ട് എപ്പോഴും ഇങ്ങനെ കമ്പിയിട്ട് കിടക്കേണ്ടി വരുന്നേ. 25,000 രൂപ ഇപ്പൊ ചെലവായ, ബാക്കിയുള്ള കൂടെ വരുന്നുണ്ട്. മോളെ നീ ഓനെ കൊണ്ട് പുറത്തേക്ക് പോയേ. ഇവിടെ ഒന്ന് രണ്ടാളും കൂടി കടിച്ചു കയറും. പോയ പോയ. അമ്മേ ചായ കുടിക്കാൻ എടുക്കട്ടെ? എനിക്കൊരു ചായ ഒന്നും വേണ്ട. 10,500. പൊന്നെ ഇതിലൊരു 5,000 ഉണ്ട്, എടുത്തോ. വേണ്ട, സഖാവിന് അത്രയ്ക്ക് അഭിമാനോ? ഞാൻ ട്യൂഷൻ എടുത്തുണ്ടാക്കിയ പൈസയാ മാഷേ. എന്റെ കയ്യിലുണ്ട്, വേണ്ടെന്ന്. ഞാൻ ഒരു കാര്യം പറഞ്ഞ കേക്കോ? എന്താ പറയും? ദിനേശ് ചേട്ടൻ ഒരു കാര്യം ചെയ്, ഒരു കണിയാനെ പോയി കാണ്. കണിയാനോ? നീ എന്ത് കെണിയൊക്കെ പറയുന്നേ? കെണിയല്ലപ്പാ, എല്ലാം ശരിയാവും. ഞാനല്ലേ പറയുന്നത്. പ്ലീസ് അനക്ക് വേണ്ടി. എൻ്റെ വീട്ടിൽ ഞാൻ പോലും അറിയാത്തൊരു പ്രശ്നം വേറെ പുറത്തുനിന്നൊരു കണിയാൻ വന്നിട്ട് പ്രശ്നം വെച്ച് ശരിയാക്കുന്നോ? എന്നാൽ പിന്നെ ലോകത്തുള്ള എല്ലാ പ്രശ്നങ്ങളും ഇയാൾ സോൾവ് ചെയ്യട്ടെ, നമുക്ക് കണിയാനെ വരുത്താം. എന്നിട്ട് പ്രശ്നം വയ്ക്കട്ടെ. അല്ല ഞാൻ എന്ത് പറയാൻ. എടാ ദിനേശ, അത്യാവശ്യമായിട്ട് ഒരു 10,000 റുപ്യാണ് JCB കൊടുക്കാൻ. നീ എൻ്റെ ഇടയ്ക്ക് വീട് പണി തുടങ്ങി. പിന്നെ അല്ലടാ, ഷാരമേനെ തല്ലിട്ട് പശു നേരെ പോയി കിണറ്റിലാണല്ലോ വീണത്. അതിനെ പൊക്കിയെടുക്കാൻ JCBക്ക് 10,000 റുപ്യേ. എൻ്റെ ഒരു സമയം തന്നെ. എൻ്റെ കയ്യിൽ 5,000 റുപ്യുള്ളൂ. ഇപ്പോൾ ബാക്കി ഞാൻ ഗൂഗിൾ പേ ചെയ്യാം. അപ്പം ബാക്കി ഞാൻ ഗൂഗിൾ പേ ചെയ്യാം. എടാ ചെയ്യണേ. ആ ചെയ്യാം. ചെയ്യിക്കും. എന്താടോ നേരത്തെ അത് ഗൂഗിൾ പേ കിട്ടുമോ? 5,000 പറഞ്ഞില്ലേ തരാന്ന്, അത് തരുമെന്ന്. ഓ 5,000 പ്ലീസ്. അയ്യോ അതെടുത്ത് ഒരെണ്ണം കൂടെ ഉണ്ടെന്ന്. വീട് പണിക്ക് ഇഷ്ടി ഇറക്കിയതാണ്. അങ്ങനെ ഒരു കാര്യമായി. അത് മതിയാ? വേറെ വേണോ? പക്കല്ലേ? നീ എന്തോ ഓക്കെ ആണോ? പതുക്കെ 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 മോളെ. ഇത് കറക്റ്റാട്ടോ. ഇത് പൊടിച്ച് പോകുമ്പോ ചേർത്താലോ. നീ പോയി കുറച്ച് ചൂടുവെള്ളം എടുത്തിട്ട് വാ. മേലൊന്ന് മുക്കി തുടച്ചു കൊടുക്കാലോ. കൊണ്ടുവരാം. എനിക്ക് നല്ല വേദന ഉണ്ടോടി. സാരല്ല, വേഗം മാറും. അമ്മേനെ ഒന്ന് തുടപ്പിച്ചിട്ട് ഞാൻ ചായ എടുക്കാം കേട്ടാ. ആ കാലിനുള്ളിൽ ഇപ്പൊ എന്താ സ്വർണത്തിന്റെ കമ്പിയായിട്ട് ഭയങ്കര പൈസ തന്നെയല്ലേ? ആന്ന്. ജോസ് മാഷൊക്കെ പൈസ കൊടുക്കുന്ന ലാസ്റ്റ് ഡേറ്റ് എന്നാളോ. എന്താ ചെയ്യേണ്ടതെന്നൊരു എത്തുംപിടിയും കിട്ടണില്ല. അവള് പറഞ്ഞ പോലെ പ്രശ്നങ്ങൾക്ക് മേളിൽ പ്രശ്നങ്ങളാണ്. ഇനിയിപ്പോൾ ശരിയായിരിക്കുമോ അതൊക്കെ? എടാ, ഞാൻ പണിയെടുക്കുന്ന സ്ഥലത്തിൻ്റെ അടുത്തൊരു കണിയാണ്ട്. മൂപ്പരടുത്തൊന്ന് പോയി നോക്കിയാലോ? എനിക്ക് വിശ്വാസമൊന്നുമില്ല. പിന്നെ ഗീതി അറിയണ്ട. ഗീതി അറിഞ്ഞാൽ ഈയും ഉണ്ടാവില്ല, ഞാനും ഉണ്ടാവില്ല. പൊളിപ്പിച്ചപ്പോ കൊല്ലാൻ കൊണ്ടുപോകാൻ പറ്റുമോ? അങ്ങനെയല്ലേ? എന്നായി ഒന്ന് പോയി നോക്ക്. എൻ്റെ ഓള് പറഞ്ഞല്ലേ. ഓളങ്ങനെ പലതും പറയും. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഞാൻ അതിലൊക്കെ വിശ്വസിക്കുന്നുണ്ടെന്ന്? നോക്കി നിൽക്കാണ്ട് എടുക്കടാ. ചൂട് ചൂട് ചൂട്. ഓം നമശിവായ. ഞാൻ ജ്യോത്സ്യൻ ബ്രഹ്മശ്രീ ഡോക്ടർ ശബരീഷ് പണിക്കർ. ശബരിപീഠം എന്ന എൻ്റെ പ്രോഗ്രാമിലേക്ക് ഞാൻ എല്ലാവരെയും സ്വാഗതം ചെയ്തു കൊള്ളുന്നു. നഷ്ടപ്പെട്ടതെല്ലാം തിരിച്ചു പിടിക്കാൻ നിങ്ങൾക്കിതാ ഒരു സുവർണാവസരം. ഇപ്പം തന്നെ വിളിക്കൂ. എൻ്റെ നമ്പർ നിങ്ങൾക്കറിയാമല്ലോ. അറിയാത്തവർക്കായി ഞാൻ ഒരിക്കൽ കൂടി പറയാം. 98470555 പിന്നെ 35 കൂടി. അങ്ങനെ മൊത്തത്തിൽ 55. രാഹുകേതു, രാശിമാറ്റം, ജോലി മാറ്റം, സ്ഥലം മാറ്റം, വസ്തുതർക്കം, ദാമ്പത്യ കലഹം, ദാമ്പത്യ സൗഖ്യം എന്നീ വിഷയങ്ങളിൽ ഞാൻ നേരിട്ടും ഇടപെടുന്നതായിരിക്കും.
അതുപോലെ തന്നെ അത്ഭുതങ്ങൾ പ്രവർത്തിക്കാൻ കഴിവുള്ള എൻ്റെ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. സൈഡിലുള്ള ബെൽ ബട്ടൺ ഡിങ് 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 അമർത്തുക. കോൾ വിളിച്ചോളൂ. ആദ്യത്തെ കോൾ വന്നല്ലോ. എന്താ സഹോദര? പറഞ്ഞോളൂ, എന്താ വിഷയം? ഇത് തന്നെയല്ലേ സ്ഥലം? ഇതാണ് സ്ഥലം. ഇത് വേണോ? എന്തായാലും ഇവിടെ വരെ വന്നല്ലേ, ഒന്ന് കയറി നോക്കാം. എന്നാ ആദ്യം നീ പോയി നോക്ക്. ഞാനാ ചെല്ല്. വലിയ സഖാക്കന്മാരാന്ന് പറഞ്ഞ് നടക്കും, ഒരെണ്ണത്തിനും ധൈര്യമില്ല. നിങ്ങൾക്ക് പൈസ തരാനുള്ള ആളുടെ അടുത്ത് പോയി നിരന്തരമായി ശല്യപ്പെടുത്തുക, അപ്പൊ പൈസ കിട്ടും. ഓ എന്താ, ആരാ? നോക്കിക്കാനാണോ? കുറച്ചേരം വെയിറ്റ് ചെയ്യ്, ഞങ്ങളുടെ പ്രോഗ്രാമിലാ. പറ വേണു. മുരളി, മുരളി പറ. എന്നാ പിന്നെ പറഞ്ഞ പോലെ ചെയ്. ഇതെല്ലാം മാറ്റിക്കോ. കഴിഞ്ഞു കഴിഞ്ഞു. ഇതാ എന്റെ സെൽഫി സ്റ്റിക്ക്, സൂക്ഷിക്കണം കേട്ടോ. ആരാ? എന്താ? ഞങ്ങള് വെറുതെ ഒന്ന് പണിക്കരെ കാണാൻ വേണ്ടി വന്നതാ. നോക്കാൻ ഇങ്ങനെയാണോ വരുന്നേ? മോമോടിയൊക്കെ ഇട്ട് അഴിച്ചു മാറ്റിട്ട് ഇരുന്നോളുക. സജി, ഇതിലാരെയാ നോക്കേണ്ടത്? എനിക്ക് പ്രശ്നമൊന്നുമില്ല. ബനാ, എന്താ പേര്? ദിനേശൻ. നാളോ? നക്ഷത്രമേ? പൂരാടം. കരിമ്പൂരാടം ആയിരിക്കും, നോക്കിട്ട് പറയാം. കസ്റ്റമേഴ്സ് വന്നിട്ടാണ് അതൊക്കെ എണ്ണലി. നേരത്തെ എണ്ണയിച്ചൂടെ? കുഞ്ചന്റെ ഇപ്പോഴത്തെ കിടപ്പനുസരിച്ച് നാരീ സാമീപ്യം കാണുന്നുണ്ടല്ലോ. കുഞ്ചനല്ല, എൻ്റെ പേര് ദിനേശ് എന്നാ. ഇയാൾ ആരാ? പ്രണയത്തിലാണല്ലേ, മനസ്സിലായി. മംഗല്യോ അടുത്ത് തന്നെ ഉണ്ട്. നിർമ്മാണ പ്രവർത്തനങ്ങളിൽ എന്തെങ്കിലും തടസ്സം നേരിടുന്നുണ്ടോ? ഉണ്ട്, എനിക്ക് ഉറപ്പാ. ശുക്രന്റെ സ്ഥാനത്ത് ശരി നിൽക്കുകയല്ലേ ഇവിടെ. തറവാട്ടിൽ അപകടങ്ങൾ നടക്കുന്നുണ്ട്, പോരാത്തതിന് ധനനഷ്ടം. ദിനേശൻ അത് പ്രശ്നമാണല്ലോ. പ്രശ്നം? ഇപ്പം താമസിക്കുന്ന വീട്ടിൽ 13 ആളുകളുണ്ട്. ഇങ്ങനെ ചുമ്മാ കൂട്ടായി പാട്ടോ. അവിടെ ഇവനടക്കം ആകെ 4 പേരല്ലേ ഉള്ളൂ. ഞാൻ ജീവിച്ചിരിക്കുന്നവരുടെ കാര്യമല്ല ഉദ്ദേശിച്ചത്. പിന്നെ ദിനേശ, ഗണിച്ചതനുസരിച്ച് തൻ്റെ കാര്യം കുറച്ച് കുഴപ്പത്തിലാണല്ലോ. താനും തൻ്റെ വീട്ടുകാരും കൂടാതെ പ്രേതാത്മാക്കളും പരതാത്മാക്കളുമായി തൻ്റെ തറവാട്ടിൽ 13 ആളുകളുണ്ട്. അവരെ അവിടെ നിന്ന് ഒഴിപ്പിക്കാണ്ട് തൻ്റെ പ്രശ്നങ്ങൾ ഒരു കാലത്തും തീരാൻ പോകുന്നില്ല. അല്ല, അതിനിപ്പോ എന്താ ചെയ്യാ? ആവാഹിക്കണം. എന്ന് പറഞ്ഞ ഓടി നടന്ന് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ആത്മാക്കളെ പിടിച്ചു കെട്ടണം. ആവാഹിക്കാനിപ്പോ ഞാനൊരു കർമ്മയെ പരിചയപ്പെടുത്തി തരാം. അയാളെ പോയി കാണണം. ലിസ്റ്റൊക്കെ അയാൾ തരും. വീടിന്റെ ഏറ്റവും ഉയർന്ന ഭാഗത്ത് തന്നെ കളം വരച്ച ആവാഹനം നടത്തണം. ഞാൻ വിളിച്ചു പറഞ്ഞോളാം. ശരി. ആവാഹനം ഇവിടെ വെച്ച് നടത്താൻ പറ്റുമോ? ഇവിടെ ആരെ? എൻ്റെ അമ്മായിപ്പനാണ് ആവാഹിക്കേണ്ടത്. ഓ, ഭാഗ്യം കേട്ടില്ല. എടോ, പ്രേത സ്ഥലത്ത് വെച്ച് തന്നെ ആവാഹനം നടത്തണം, എന്നാലേ പരിസ്ഥിതി ഉണ്ടാവും. ശരി, മനസ്സിലായോ? താൻ ഈ കർമ്മയെ പോയി കാണേ, ആള് ബഹുമെടുക്കണ. ഞങ്ങള് നല്ല കമ്മ്യൂണിസ്റ്റുകാരാണ്. ഞങ്ങൾക്ക് ഈ പരിപാടിയിലൊന്നും വലിയ വിശ്വാസമൊന്നുമില്ല. ആണോ? വിശ്വസിച്ചോളും, വിശ്വസിച്ചോളും. ഇത് കഴിയുമ്പോൾ നിങ്ങൾ ശരിക്കും വിശ്വസിച്ചോളും. വിശ്വസിച്ചോളും. വിശ്വസിക്കല്ലേ? വിശ്വസിക്കും, എനിക്ക് ഉറപ്പാ. വിശ്വസിക്കും ദിനേശ.